സുഭാഷിതങ്ങൾ 30, 31, 32, 33. ആയുഷഃ ഖണ്ഡമാദായ രവിരസ്തമയം ഗതഃ അഹന്യഹനി ബോദ്ധവ്യം ധർമ്മമേവാചരേതതഃ. ആയസ്സിൻ്റെ ഒരംശം എടുത്തുകൊണ്ടാണ് നിത്യവും സൂര്യൻ അസ്തമിക്കുന്നത്. ഇത് ഓരോ ദിവസവും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ധർമ്മം തന്നെ അനുഷ്ഠിക്കണം. പരോപകാരായ ഫലന്തി വൃക്ഷാഃ, പരോപകാരായ വഹന്തി നദ്യഃ, പരോപകാരായ ദുഹന്തി ഗാവഃ, പരോപകാരായ പ്രവണം പ്രപഞ്ചം. അന്യന് ഉപകാരത്തിനായി വൃക്ഷങ്ങൾ കായ്ക്കുന്നു, അന്യന് ഉപകാരത്തിനായി നദികൾ ഒഴുകുന്നു, അന്യന് ഉപകാരത്തിനായി പശുക്കൾ ചുരത്തുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അന്യന് ഉപകാരം ചെയ്യുന്നതിൽ താൽപ്പര്യം ഉള്ളതാണ്. ന തതോപി സഹായാർത്ഥേ മാതാ ഭാര്യാ ച തിഷ്ഠതി, ന പുത്രമിത്രൗ ന ജ്ഞാതിഃ ധർമ്മസ്തിഷ്ഠതി കേവലഃ. മരണാനന്തരം സഹായിക്കുന്നതിന് അച്ഛനും അമ്മയും ഭാര്യയും കൂടെ നിൽക്കുന്നില്ല, സ്വന്തം മക്കളും മിത്രങ്ങളും ബന്ധുക്കളും നിൽക്കുന്നില്ല. ധർമ്മം ഒന്നു മാത്രമേ കൂടെ നിലകൊള്ളുന്നുള്ളൂ. ഛായാമന്യസ്യ കുർവന്തി തിഷ്ഠന്തി സ്വയമാതപേ ഫലാന്യപി പരാർത്ഥായ വൃക്ഷാഃ സത്പുരുഷാ ഇവ. സ്വയം വെയിലേറ്റുകൊണ്ട് അന്യർക്ക് തണലേകുന്ന കായ്കളും ഫലങ്ങളും അന്യർക്കായി തന്നെ നൽകുന്ന വൃക്ഷങ്ങൾ മഹാപുരുഷന്മാരെ പോലെയാണ്. ആശ്രിതർക്ക് അഭയം നൽകിയും തന്മൂലമുണ്ടാകുന്ന ദുഃഖമയമായ ഭവിഷ്യത്തുകളെ നേരിട്ടുകൊണ്ടും പരോപകാരം ജന്മവ്രതമാക്കി കഴിയുന്നവരാണ് സത്പുരുഷന്മാർ. സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.